എൻ ശ്രീകുമാർ, താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? നമ്മളിപ്പോൾ പിണറായിസത്തിന് ഗുഡ് ബൈ പറയുകയാണ്. ഇപ്പോൾ പിണറായിസം ഒരു നെഗറ്റീവാണ് എന്ന രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് ആ പിണറായിസത്തിന് നമ്മൾ ഗുഡ് ബൈ പറയുന്ന ഒരു സമയമാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. മഞ്ജുഷിന്റെ ചോദ്യം ഞാൻ കേട്ടില്ല. അല്ല, ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. അതിൽ കുത്തിത്തിരിപ്പ് എന്നൊരു വാക്കുകൂടി അദ്ദേഹം ഉപയോഗിച്ചു. അത് വി.ഡി. സതീശൻ പോയി പാർട്ടി ഗ്രാമങ്ങളിൽ പോലും പോയി അവിടെയുള്ള പ്രശ്നങ്ങളെ പെരുപ്പിച്ച് കാണിച്ചു എന്നാണ് ശ്രീ ജേക്കബ് ജോർജ് ഉദ്ദേശിച്ചത്. ഞാനത് ശ്രദ്ധിച്ചിരുന്നു. ആ രീതിയിലൊക്കെയാണോ? ഞാനതിനെ പറഞ്ഞിരുന്നു. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പാർട്ടിക്കുള്ളിൽ അമർഷങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം മുതലെടുത്തു. അല്ലെന്നേ, പാർട്ടിക്കുള്ള അമർഷം ഉണ്ട്. ഇതിപ്പോ സതീശനോ കോൺഗ്രസോ ഒന്നും ആരും കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടൊന്നുമില്ല, ആരും ക്ഷണിച്ചിട്ടുമില്ല. അവരൊക്കെ സ്വയം ഇറങ്ങി വന്നതാ. ഇപ്പൊ ജി സുധാകരൻ സ്വയം ഇറങ്ങി വന്നു, പി കെ ഗോവിന്ദ മാഷ് സ്വയം ഇറങ്ങി വന്നു, കുഞ്ഞികൃഷ്ണൻ സ്വയം ഇറങ്ങി വന്നു, ഐഷ പോറ്റി ഇറങ്ങി വന്നു, കെ സുരേഷ് ഇറങ്ങി വന്നു, പി കെ ശശി ഇറങ്ങി വന്നു. ആരെങ്കിലും വിളിച്ചോണ്ട് വന്നിട്ടുണ്ടോ? എന്നിട്ട് ഇവരൊക്കെ അവരെ UDF-ന്റെ പിന്തുണ ആവശ്യപ്പെട്ടു, കൊടുത്തു. സ്വതന്ത്രനായിട്ട് മത്സരിച്ചു, കൊടുത്തു. അപ്പൊ CPM-മാര് വയസ്സനായി എന്ന് പറഞ്ഞ് 75 വയസ്സായപ്പോ വയസ്സനായി എന്ന് പറഞ്ഞ് പുറത്തു തള്ളിയ സുധാകരനെ അമ്പലപ്പുഴയിൽ മത്സരിപ്പിച്ചു, ജയിപ്പിച്ചു. 400,000-ലധികം വോട്ടുകൾക്ക് നാളെ നിയമസഭയിലേക്ക് എത്തുകയാണ്. അപ്പൊ വയസ്സില്ലാത്ത ഒരാൾ നാളെ പടി ഇറങ്ങി പോവുകയാണ്. പിന്നെ നമ്മുടെ ഇദ്ദേഹം ടി കെ ഗോവിന്ദൻ മാഷ്, ടി കെ ഗോവിന്ദനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്രയും കാലമായിട്ട്? ഞാൻ കേട്ടിരുന്നില്ല. കാരണം അദ്ദേഹം കണ്ണൂരിൽ ഒതുങ്ങി നിന്നൊരു നേതാവാണ്. രസകരം വെച്ചാൽ അദ്ദേഹത്തിന്റെ കാലത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ. ഈ ടി കെ ഗോവിന്ദനെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അയക്കുമ്പോൾ ആ കമ്മിറ്റിയിൽ മെമ്പറായിരുന്നു MV ഗോവിന്ദൻ. അപ്പൊ അവരൊക്കെ ഇദ്ദേഹത്തെ തഴഞ്ഞു. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മറ്റേ ഒരു സംശയം അല്ല ഒരു വിമർശനം ഉന്നയിച്ച് അദ്ദേഹം പുറത്തേക്ക് വന്നു. അദ്ദേഹം മത്സരിച്ചു, അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു. രക്തസാക്ഷി ഫണ്ടിനെ കുറിച്ച് കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ അതിനെ പ്രതിരോധിക്കാതാവാതെ വെള്ളം കുടിച്ചു നിന്ന പാർട്ടി കണ്ണൂരിൽ കണ്ടു. കുഞ്ഞികൃഷ്ണൻ മത്സരിക്കാമെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു. അങ്ങനെ 3 CPM വിമതരെന്ന് ഞാൻ പറയില്ല, 3 യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെ, യഥാർത്ഥ മാർക്സിസ്റ്റുകളെ കോൺഗ്രസ് നിയമസഭയിൽ എത്തിച്ചു. അത് കോൺഗ്രസിന്റെ ഒരു നേട്ടമാണ്. അത് മാത്രമല്ല, കോൺഗ്രസ് ജയിപ്പിക്കും, ആരെയും ജയിപ്പിക്കും. നാളെ ഏത് ഉന്നത നേതാവ് CPM-ന് വന്നാലും വഴിയാധാരമാക്കില്ല കോൺഗ്രസ് എന്ന് മനസ്സിലായല്ലോ. പഴയ കാലത്ത് പറയും കോൺഗ്രസിലേക്ക് ആര് വന്നാലും അവൻ വഴിയാധാരമാക്കിക്കളയും, കാരണം കോൺഗ്രസിൽ ഒരുപാട് പേരുണ്ടെന്നൊക്കെ പറയും. ഇത് അതൊന്നുമല്ല, കാലം മാറി. CPM-ൽ നിന്ന് ആര് വന്നാലും അവരെ നല്ല രീതിയിൽ അവർക്ക് അർഹമായ സ്ഥാനം കൊടുത്ത് പുറത്ത് അവരെ സഭയിലെത്തിക്കും. നിങ്ങൾ നോക്കൂ, സന്ദീപ് വാര്യരെ MLA ആയപ്പോ BJP-ക്ക് ഇഷ്ടപ്പെടുവോ? സന്ദീപ് വാര്യർ ഇപ്പൊ BJP-യിൽ നിന്നിരുന്നെങ്കിൽ അദ്ദേഹം അവിടെ ഒരു വക്താവായിട്ട് അവിടെ നിന്നേനെ. നേരെ അദ്ദേഹം കോൺഗ്രസിൽ വന്നു, അദ്ദേഹത്തിന്റെ KPCC വക്താവാക്കി, തൃക്കരിപ്പൂരിൽ മത്സരിപ്പിച്ചു, VPP മുസ്തഫയെ തോൽപ്പിച്ച് അദ്ദേഹം സഭയിലെത്തി. BJP-ക്കാർക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. അതുപോലെ CPM-കാർക്ക് ഇഷ്ടപ്പെടില്ല. അതൊക്കെ കോൺഗ്രസിന്റെ തന്ത്രം മാത്രമല്ല, CPM-ലത്തെ അന്തഃഛിദ്രം കൊണ്ട് പുറത്തു പോകുന്നതാണ്. ഇനി നാളെ വീണ്ടും വരും, ഒരുപാട് പേര് നാളെയും വരും. കാരണം വെച്ചാൽ അത് ഇനിയിപ്പോ പെട്ടെന്നൊന്നും വരില്ല, പക്ഷെ അവർ വരും. ഇപ്പൊ നിങ്ങൾ നോക്കൂ മഞ്ജുഷ, ഇന്നിപ്പോ ശ്രീ പിണറായി വിജയൻ പാർട്ടി പ്രവർത്തകരോടെ അല്പമെങ്കിലും ഒരു കരുണയുണ്ടെങ്കിൽ പാർട്ടി സെക്രട്ടറിയും പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രിയും അവരൊക്കെ പത്രസമ്മേളനം വിളിച്ച് ഒരു കാര്യം പറയണ്ടേ? പാർട്ടി വിലയിരുത്തലൊക്കെ പിന്നെ ആയിക്കോട്ടെ, അവർ പറയണ്ടേ? അതിന് പകരം സെക്രട്ടേറിയറ്റ് അംഗമായ സ്വരാജ് എന്തായാലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതാണോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യേണ്ടത്? അത് ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി പോയി. അനർഹമായ പരാജയം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വാചകം. അതായത് ജനങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല. അത് ഞാൻ പറഞ്ഞ അതല്ല കാര്യം. ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തെങ്കിലും ഇട്ടോട്ടെ, അത് അദ്ദേഹം സെക്രട്ടേറിയറ്റ് അംഗമാണല്ലോ. പക്ഷെ ഇവിടെ 102 വോട്ട് UDF-ന് കിട്ടി, 102 വോട്ട്. CPM-ന്റെ 1 ഡസൻ മന്ത്രിമാർ, 13 മന്ത്രിമാർ തോറ്റു. അവരുടെ അംഗബലം വളരെ കുറഞ്ഞു, ശുഷ്കിച്ചു. CPI-ക്ക് വളരെ ശുഷ്കിച്ചു. ഇടതുമുന്നണിയിൽ 11 പാർട്ടി ഉണ്ടായിരുന്ന ഇടതുമുന്നണിയിൽ നിന്ന് 3 പാർട്ടിയായിട്ട് ചുരുങ്ങി. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു പാർട്ടി ഇല്ലാതായി മാണി ഗ്രൂപ്പ്. അപ്പൊ അവര് വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്, കാര്യം വിശദീകരിക്കേണ്ടത്. ഇതിപ്പോ അണികളാകെ സ്തംഭിച്ചു നിൽക്കുക. തോറ്റു സഖാബിന് ചോദ്യമില്ല. ഇന്ന് CPI മുഖപത്രം ഒരു മുഖപ്രസംഗം എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് CPI സ്ഥിരം എഴുതുന്നത്, അതുകൊണ്ട് അതിപ്പോ ആരും അങ്ങനെ ഗൗനിക്കുന്നുമില്ല. അവരുടെ തിരുത്തേണ്ട കാലത്ത് ഇവരൊക്കെ തിരുത്തണ്ടേ? ഇന്നിപ്പോ ആരോ മറ്റേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, P ജയരാജൻ ഞങ്ങൾ തിരുത്തും. തിരുത്തേണ്ട സമയം കഴിഞ്ഞു. ഇനി തിരിച്ചിട്ട് എന്താ കാര്യം? 5 വർഷം എന്തായാലും പ്രതിപക്ഷത്തിരിക്കണം. നല്ല പ്രതിപക്ഷമാകാൻ അവർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തെ സുഖവാസം ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഈ റോഡിലേക്ക് ഇറങ്ങി വന്ന ചൂടും മഴയൊന്നും ഇനി പഴയ പോലെ സഹിക്കാൻ പറ്റും തോന്നുന്നില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.